3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ജോൺ, എഡ്വേർഡ് ആൻഡ് ഡേവിഡ്. ഇവർ 3 പേരുടെയും ശീലങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ജോൺ ഒരു വർക്കിംഗ് പ്രൊഫഷണലായിരുന്നു. ഓരോ മാസവും അദ്ദേഹം 50,000 രൂപ വെച്ച് ഏൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വന്നും രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകും. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് ഓഫീസ് വർക്കാണ്. പിന്നീട് വൈകിട്ട് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്യും. ഈ ഒരു റൂട്ടീൻ അദ്ദേഹം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇതേ സമയം ഡേവിഡിന് തോന്നുകയാണ് അദ്ദേഹത്തിന് തൻ്റെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹം ഡെയിലി പുസ്തകങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി. എന്നും 25 പേജ് അറ്റ്ലീസ്റ്റ് ബുക്സ് വായിക്കണം. അതും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്സ്. അതുമാത്രം പോരാ, ആരോഗ്യത്തിലും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഡയറ്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ഇനി മുതൽ ജങ്ക് ഫുഡോ അതല്ലെങ്കിൽ അനാവശ്യമായി പുറത്തു നിന്നുള്ള ഭക്ഷണമോ കഴിക്കില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ഇനി അദ്ദേഹം കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെല്ലാം തന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമായിരിക്കും. ഇതാണ് എഡ്വേർഡിൻ്റെ കാര്യം. ഇനി ഡേവിഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദിവസം മുഴുവൻ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിട്ട് മാറി. മറ്റ് ജോലിയൊന്നും ഇല്ലാത്ത ഈ ഒരു സമയത്ത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് തൻ്റെ മൊബൈലിൽ തന്നെയായിരിക്കും. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഒരുപാട് നേരം TV കാണും, മെയിൻലി ന്യൂസ് ചാനൽസ്. പിന്നീട് ഒരു കൺട്രോൾ ഇല്ലാതെ ഒരുപാട് ഭക്ഷണം കഴിക്കും. ഇതെല്ലാമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ 3 പേരും 3 രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആൾ ഒരു ഫിക്സഡ് റൂട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആളുടെ കാര്യം എടുത്താൽ അദ്ദേഹം ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് അയാളുടെ ലൈഫിൽ കൊണ്ടുവന്നു. മൂന്നാമത്തെ ആൾക്കും ചെയ്യാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ അദ്ദേഹം ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പ്രൊഡക്ടിവിറ്റിയെ കൂടുതൽ താഴേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവർ 6 മാസം കണ്ടിന്യൂ ചെയ്തു. 6 മാസത്തിന് ശേഷം പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല. എഡ്വേർഡ് കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. ഡേവിഡിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം കൂടുതൽ സമയം TVയുടെയും മൊബൈലിൻ്റെയും മുന്നിൽ സ്പെൻഡ് ചെയ്യുകയും മോശമായ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുകയും ചെയ്തു. ജോൺ അയാളുടെ റൂട്ടീൻ തുടർന്നുകൊണ്ടിരുന്നു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിന് ശേഷം എന്താ സംഭവിച്ചത്? ഇപ്പോൾ നോക്കുന്ന സമയത്ത് കുറച്ച് ചേഞ്ചസ് എല്ലാം കാണാനായിട്ട് തുടങ്ങി. ജോൺ തൻ്റെ സെയിം റൂട്ടീൻ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എഡ്വേർഡ് ഈ കാലയളവിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അതിനെയെല്ലാം റിയൽ വേൾഡിൽ യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതേസമയം ഡേവിഡിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഈ സമയം കൊണ്ട് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ മൊബൈൽ നോക്കിയിരിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ അൺഹെൽത്തി ആയിട്ട് തീരുന്നു. ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിഫറൻസ് ഇവർക്ക് വന്നത് അവരുടെ മൈൻഡ് സെറ്റിലായിരുന്നു. ഏത് മൈൻഡ് സെറ്റാണോ അവർ ഈ ഒരു ലോങ് ടൈമിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അത് അവരുടെ ഒരു ശീലമായിട്ട് മാറി. എഡ്വേർഡ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതെല്ലാം തന്നെ പ്രാക്ടിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അദ്ദേഹം സക്സസ്ഫുള്ളായി മാറി. ജോൺ തൻ്റെ റൂട്ടീനിൽ ഒരു വിധത്തിലുള്ള ചേഞ്ചസും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു സ്റ്റേബിൾ പോയിന്റിൽ തന്നെയായിരുന്നു. അതേസമയം ഡേവിഡിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം തീർത്തും താഴോട്ടേക്ക് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ എല്ലാം ഗ്രാഫ് എടുക്കുന്ന സമയത്ത് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇതേ രീതിയിലാണ് ഓവർ ടൈം കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് വളരെ വലിയ റിസൾട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയെ കാണുന്നത് അദ്ദേഹം സക്സസ്ഫുൾ ആയതിന് ശേഷമായിരിക്കും. അന്നേരം പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇദ്ദേഹം വളരെയധികം ലക്കി ആയിരുന്നു, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെത് ഓവർനൈറ്റ് സക്സസ് ആയിരുന്നു. അങ്ങനെയല്ല. എന്നാൽ ആക്ച്വലി ഓവർനൈറ്റ് സക്സസ് എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എക്സെപ്ഷൻസ് ആർ ഓൾവേസ് ദെയർ. എന്നാൽ ആ ഒരു പാർട്ടിക്കുലർ കേസിൽ ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടിയില്ലെങ്കിൽ പലരും ആ ഒരു കാര്യം കിട്ടിയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വണ്ണം കുറയ്ക്കാനായിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ മിക്കവാറും കേസിൽ ഒരു ഇനീഷ്യൽ റിസൾട്ട് കാണാതെയാവുന്ന സമയത്ത് പലരും അത് കിട്ടുക തന്നെയായിരിക്കും ചെയ്യുക. ആക്ച്വലി ആ ഒരു പ്രോസസ്സിന് ശരിക്കും സമയമെടുക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ ഒരുപാട് മെൻ്റൽ പ്രിപ്പറേഷൻസും നടന്നിട്ടുണ്ടാവും. ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് കോമ്പൗണ്ട് ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് പേഷ്യൻസ് വേണമെന്ന് പറയും. കോമ്പൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലും അത് തന്നെ. കാരണം ഇൻവെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് കോമ്പൗണ്ടിങ് വഴിയാണ്. ഈ ഒരു പ്രോസസ്സിനെ ലൈഫിൻ്റെ എല്ലാ പാർട്ടിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൽ നിന്ന് ശരിക്കും അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കുക ഇതിനെ ഫൈനാൻഷ്യൽ ലെവലിൽ യൂസ് ചെയ്യുന്ന സമയത്താണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ സമയം കൂടും തോറും പിന്നീട് ഗ്രാഫ് മൂവ് ചെയ്യുക ഒരു എക്സ്പോണൻഷ്യൽ റേറ്റിലായിരിക്കും. ശരിക്കും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് വേഴ്സസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത് ജസ്റ്റ് 8ാം ക്ലാസ് മാത്തമാറ്റിക്സാണ്. എന്നാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രാക്ടിക്കലി ഒരുപാട് ഏരിയാസിൽ അപ്ലൈ ചെയ്യാനും സാധിക്കും. എങ്കിൽ പിന്നെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് I=P×R×N. I സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രസ്റ്റ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഏത് എമൗണ്ട് ആണോ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത്. R സ്റ്റാൻഡ്സ് ഫോർ റേറ്റ് ഓഫ് റിട്ടേൺ. ആനുവലി എത്ര % റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് R റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫൈനലി N സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് പീരിയഡ്സ്. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെ എടുക്കാം. P നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് 2 lakh എടുക്കാം. റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി 20% എടുക്കാം. 20% എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോസിബിലിറ്റിയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ 20 എടുക്കുക എന്ന് പറയുന്നതിൽ ആക്ച്വലി യാതൊരുവിധ ലോജിക്കില്ല. കാരണം ബാങ്കിൻ്റെ എല്ലാം കാര്യം എടുത്തു കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിലെ റിട്ടേൺ എന്ന് പറയുന്നത് 3 മുതൽ 4% വരെയൊക്കെ വരുന്നുള്ളൂ.
എങ്കിലും നമുക്ക് നോക്കാം നമ്പർ എവിടെ വരെയൊക്കെ പോകുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 20%. അതായത് ആറിൻ്റെ വാല്യൂ നോക്കുമ്പോൾ 0.2. ഇയാൾ ഈ ഒരു എമൗണ്ട് ആയ 2 ലക്ഷം 25 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്ന എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് വഴിയാണ്. എങ്കിൽ പിന്നെ ഓരോ വർഷവും അയാൾ എത്രത്തോളം ആയിരിക്കും ഏൺ ചെയ്തിട്ടുണ്ടാവുക? ആദ്യത്തെ വർഷത്തെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? I = P × R × N. ഇവിടെ P എന്ന് പറയുന്നത് 2 ലക്ഷമാണ്, R 0.2, N ആദ്യത്തെ വർഷമായതുകൊണ്ട് 1. അതായത് 2 lakh × 0.2 × 1, ദാറ്റ് ഈസ് 40,000, 40,000 രൂപ. അത്രയുമായിരിക്കും അദ്ദേഹത്തിന് ആദ്യത്തെ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുക. ഇനി രണ്ടാമത്തെ വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ടാവും? ദാറ്റ് ഈസ് 2 lakh × 0.2 × 2, അതായത് 80,000 രൂപ. അതായത് 40,000ൻ്റെ അഡീഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി 3 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രയായിരിക്കും ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ടാവുക? N-ൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുക്കുക, ദാറ്റ് ഈസ് 1,20,000. അതായത് ഓരോ വർഷം കൂടുന്തോറും അദ്ദേഹത്തിന് 40,000 വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അദ്ദേഹം 25 വർഷം തുടർന്നു. അങ്ങനെയെങ്കിൽ 25ാമത്തെ വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹം എത്രയായിരിക്കും ഏൺ ചെയ്തിട്ടുണ്ടാവുക? 2 lakh × 0.2 × 25, അതായത് 10 ലക്ഷം രൂപ. അതായിരിക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുന്ന ഇൻട്രസ്റ്റ്. ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആഡ് ചെയ്യുക. 25ാമത്തെ വർഷം കഴിയുന്ന സമയത്ത് അങ്ങനെയെങ്കിൽ 12 ലക്ഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. ഇനിയിപ്പോൾ ഈ സെയിം നമ്പേഴ്സിനെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് A = P × 1 + R⁴ n. അതായത് ഒരു വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹം എത്രയായിരിക്കും ഏൺ ചെയ്തിട്ടുണ്ടാവുക? ദാറ്റ് ഈസ് 2 lakh × 1 + 0.2 ⁴ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും N എന്നുള്ളത്, അതായത് നമ്പർ ഓഫ് പീരിയഡ്സ് എക്സ്പൊണൻഷ്യലിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് 2,40,000. ഇത് ഇൻട്രസ്റ്റ് അല്ല, ടോട്ടൽ എമൗണ്ട് ആണ് ഒരു വർഷം കഴിയുന്ന സമയത്ത്. ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇൻട്രസ്റ്റ് ലഭിച്ചതെന്ന് പറയുന്നത് 40,000 രൂപയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ചെയ്ത സമയത്തും ഇതേ 40,000 തന്നെയായിരുന്നു ലഭിച്ചത്. അതായത് രണ്ടിനും സെയിം വാല്യൂ ആണ് ആദ്യത്തെ വർഷം കഴിയുന്ന സമയത്ത്. ഇനി രണ്ടാമത്തെ വർഷം കഴിയുന്ന സമയത്ത് എത്രത്തോളം ടോട്ടൽ എമൗണ്ട് ആണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് നോക്കാം. 2 lakh × 1.2 raised to 2, അതാണ് 2,88,000. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടാമത്തെ വർഷം കഴിയുന്ന സമയത്ത് 8,000 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. ഇനി മൂന്നാമത്തെ വർഷം കഴിയുന്ന സമയത്ത് എന്താ സംഭവിച്ചാൽ നോക്കാം. 2 lakh × 1.2 raised to 3, അതായത് 3,40,50,000. മൂന്നാമത്തെ വർഷമായപ്പോഴേക്കും ക്ലിയർ ഡിഫറൻസ് കാണിക്കാനായിട്ട് തുടങ്ങി. 25,000 രൂപയുടെ ഡിഫറൻസാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ളത്. എങ്കിൽ പിന്നെ 25 വർഷം കഴിയുന്ന സമയത്ത് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരിക്കും? 2 lakh × 1.2 raised to 25 എന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 1,90,00,000 എന്ന് വെച്ചാൽ 2 കോടിയുടെ അടുത്ത്. നമ്മളിത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എത്രയായിരുന്നു ലഭിച്ചത്? 12 ലക്ഷം. ഇവിടെ 1,90,00,000. ഈ 1,90,00,000 12 ലക്ഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. സ്റ്റാർട്ടിങ്ങിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കുറച്ച് ക്ലോസ് ആയിട്ട് തന്നെ തോന്നിക്കും. എന്നാൽ സമയം കൂടുന്തോറും ഇവ തമ്മിലുള്ള ഡിഫറൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എക്സ്പൊണൻഷ്യലിലേക്ക് പോകും. ഈ ഒരു 20% റിട്ടേൺ പേഷ്യൻസോട് കൂടി 25 വർഷം ഏൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു ഡിഫറൻസ് ഇവിടെ വരുന്നത്. ഒരു കാര്യം വീണ്ടും പറയുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇത്രയും വലിയൊരു റിട്ടേൺ അതൊരിക്കലും സംഭവിക്കില്ല. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. 20% പകരം 3-4% ആയിരിക്കും റിട്ടേൺ ആയിട്ട് ലഭിക്കുക. അതുകൊണ്ട് തന്നെ 2 ഫാക്ടേഴ്സിനെയാണ് ഈ വാല്യൂസ് എല്ലാം തന്നെ മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് R, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ. അതിൻ്റെ വാല്യൂ മാക്സിമത്തിൽ നിൽക്കുക ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിക്ക് 18 മുതൽ 20% വരെ റിട്ടേൺ ആയിട്ട് ലഭിക്കും. ഏറ്റവും കൂടുതൽ റിട്ടേൺ ലഭിക്കുക അത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. പിന്നെയുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽ എസ്റ്റേറ്റ്. ഈ വാല്യൂസ് എല്ലാം ലഭിക്കാനായി ഏറ്റവും നല്ല റോൾ പ്ലേ ചെയ്യുന്നത് അത് R അല്ല, പകരം N ആണ്, അതായത് നമ്പർ ഓഫ് പീരീഡ്സ്. ഈ ഒരു പ്രോസസ്സിനെ എക്സ്പൊണൻഷ്യൽ ആക്കുന്നത് അത് നമ്പർ ഓഫ് പീരീഡ്സ് തന്നെയാണ്. സമയം കൂടുന്തോറും ഗ്രാഫ് എക്സ്പൊണൻഷ്യലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാൾ എത്രത്തോളം കാത്തിരിക്കാനായിട്ട് തയ്യാറാവുന്നോ അത്രത്തോളം കൂടുതലായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺ. ഇതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ടിങ് എന്നുള്ളത് 8ാമത്തെ ലോകാത്ഭുതമാണെന്ന്. സിമ്പിൾ ഇൻട്രസ്റ്റ് വേഴ്സസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിൽ ഇവയുടെ 2 പോയിന്റ്സും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ സമയം കൂടുന്തോറും ഇവ തമ്മിലുള്ള ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇതിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇതിൽ മെയിനായിട്ട് 3 ഫാക്ടേഴ്സാണുള്ളത്: P, R and N. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ N ആണെന്ന് പറഞ്ഞു. അതായത് N-ൻ്റെ വാല്യൂ എത്രത്തോളം കൂട്ടാനായിട്ട് സാധിക്കുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് ആണ്. കാരണം ഓരോ തവണ N-ൻ്റെ വാല്യൂ കൂട്ടുമ്പോഴും അതിന് മുൻപത്തെ വാല്യൂവിനോട് കൂടിയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് എക്സ്പൊണൻഷ്യലി മൂവ് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് N-ൻ്റെ വാല്യൂ മാക്സിമം കൂട്ടാനായിട്ട് സാധിക്കുക? അതിനുള്ള ഉത്തരം വളരെ എളുപ്പമാണ്. ഇൻവെസ്റ്റിംഗ് എത്രത്തോളം നേരത്തെ തുടങ്ങാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നേരത്തെ തുടങ്ങുക.
കാരണം ഇതിൻ്റെ അഡ്വാൻറ്റേജ് നല്ലൊരു ലോങ് ടൈമിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഓർമ്മ വയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ 20 വയസ്സിൽ ഇൻവെസ്റ്റിംഗ് തുടങ്ങി. അങ്ങനെയെങ്കിൽ 25 വർഷം അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് 45 വയസ്സായിരിക്കും. അതേസമയം ഒരാൾ 35 വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിലും അങ്ങനെയെങ്കിൽ അദ്ദേഹം 60 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അദ്ദേഹത്തിന് പണം ലഭിക്കും. എങ്കിലും അത് കിട്ടിയത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് അറിയാത്തൊരു സ്റ്റേജിൽ അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്റിംഗ് എത്രത്തോളം നേരത്തെ തുടങ്ങാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നേരത്തെ തുടങ്ങുക. കാരണം ഇത് മറ്റു ചില ഫാക്ടേഴ്സിനെ കൂടി എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് 6 എന്ന് പറയുന്നത്. 6 എന്നുള്ളത് റേറ്റ് ഓഫ് റിട്ടേൺ. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്ത റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 20%. എങ്കിലും ആ 20% ലഭിക്കണമെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുമാത്രമല്ല 20% എന്നുള്ള ആ ഒരു റേഞ്ചിലെത്തണമെങ്കിൽ അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കുകയും വേണം. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ ആയ ഈ ഒരു 6 ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ അതിനെയാണ്. അതിനും കുറച്ച് സമയമെടുക്കും. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് പി. ചില കേസിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ മന്ത്ലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ക്വാർട്ടർലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇയർലി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യും. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എടുത്തത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം. ഈ 2 ലക്ഷത്തിന് പകരം 1 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിലോ അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന എമൗണ്ട് പകുതിയായിട്ട് ചുരുങ്ങും. ഇത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനുള്ളത്. അതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അതേസമയം എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് നമ്മുടെ കപ്പാസിറ്റി തന്നെയാണ്. എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓരോ വ്യക്തികളിലും വേരി ചെയ്യും. ആർക്കും സീറോയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മളുണ്ടാക്കിയ പണമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിൽ എത്രത്തോളം ഓരോരുത്തർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ പൊട്ടൻഷ്യലിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പി എന്ന എമൗണ്ട്. ഈ 3 ഫാക്ടേഴ്സിനെയാണ് ഇൻവെസ്റ്റിങ്ങിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. പി, എൻ ആൻഡ് ആർ. പി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കപ്പാസിറ്റിയെ, ആർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം നോളജാണോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത് അതിനെ, എൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം നേരത്തെയാണോ നമുക്ക് തുടങ്ങാനായി സാധിച്ചത് അതിനെ. ജീനിയസ് ഇൻവെസ്റ്റർ വാരൻ ബഫറ്റിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 11ാമത്തെ വയസ്സിലാണ്. ഇതെല്ലാമാണ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഇതിനെ പ്രോപ്പറായി മനസ്സിലാക്കിക്കൊണ്ട് എഫക്റ്റീവായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിലും ബിസിനസ്സിലും എത്രത്തോളം സക്സസ്ഫുള്ളായി മാറാൻ സാധിക്കുമെന്നതിന് ഒരു ലിമിറ്റുമില്ല. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. എന്നാൽ അതെല്ലാം തന്നെ എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള കാര്യങ്ങളാണ്. നോളജ് ഈസ് പവർ എന്ന് പറയും. എന്നാൽ ആക്ച്വലി നോളജ് എന്നുള്ളത് ഒരു പൊട്ടൻഷ്യൽ പവർ മാത്രമാണ്. ആക്ച്വൽ പവർ ഇരിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ എത്രത്തോളം നന്നായി ആ ഒരു നോളജിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ. ആയുധത്തിൻ്റെ മൂർച്ചയിലല്ല, പകരം അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് കാര്യമെന്ന് പറയുന്നത് പോലെ. നന്നായി ഉപയോഗിക്കാനായിട്ട് അറിയാവുന്ന ഒരാളുടെ കയ്യിൽ ഈ ഇൻഫോർമേഷൻസിനെല്ലാം തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായും ഫ്രണ്ട്സിനടുക്കെല്ലാം ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.